ഹായ് ഫ്രണ്ട്സ്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് റൊമാൻസിന്റെ ആദ്യത്തെ 11 എപ്പിസോഡായിരുന്നു നമ്മൾ കണ്ടു നിർത്തിയത്. നമുക്കിനി ബാക്കി എപ്പിസോഡ് കാണാം. അങ്ങനെ ആ 3 സാറുമാരും ഗുണ്ടകളെ എല്ലാം അടിക്കുമെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ജിയോണും ഡേജിനും നേരെ സൂവിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെയാണെങ്കിൽ ഇപ്പോൾ യൂൻ മാത്രമേ ഉള്ളൂ. യൂൻ അവരെ എന്തോ ചെയ്യാനാന്ന് നമ്മൾ ആലോചിക്കുമ്പോഴേക്കും യൂൻ ആണെങ്കിൽ അവരെല്ലാം ഇടിക്കുന്നു. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെ പോലെയാണ് യൂൻ അവരെല്ലാം ഇട്ടിടിക്കുന്നത്. ആ കൂട്ടത്തിലെ ഒരാളെ പോലും വെറുതെ വിടുന്നില്ല. എന്തിന്, അവരുടെ കൂട്ടത്തിലെ ബോസിനെ പോലും യൂന് നല്ല രീതിയിൽ ഇടിക്കുന്നുണ്ട്. അങ്ങനെ യൂനാണെങ്കിൽ അവരെ അടിക്കുന്ന സമയത്താണ് യൂനിന്റെ ഷർട്ട് കുറച്ചൊന്ന് കീറുന്നത്. യൂനിന്റെ ബോഡിയിലാണെങ്കിൽ ഒരു ടാറ്റു അടിച്ചു വെച്ചിരിക്കുന്നു. അത് കണ്ടിട്ട് യൂജു ആകപ്പാട് ഷോക്കായി. കാര്യം അവിടെയൊക്കെ ഗ്യാങ്സ്റ്റേഴ്സ് ആണ് ഇതേപോലുള്ള ടാറ്റു എല്ലാം അടിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഡേജിനാണെങ്കിൽ യൂനിന്റെ കോട്ടെടുത്ത് യൂനിന്റെ ദേഹത്ത് തന്നെ ഇടുന്നു. അങ്ങനെ യൂനാണെങ്കിൽ അവരെല്ലാം അടിച്ചുകൂട്ടി നേരത്തെ ഇരുത്തിയിരിക്കുകയാണ്. എന്റെ പിള്ളേരോട് സോറി ചോദിക്കാനെല്ലാം യൂൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ പലിശക്കാരനാണെങ്കിലും യൂജുവിനോടും ജിയോടും സോറി എല്ലാം ചോദിക്കുന്നു. ഒരു തവണ കൂടി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്, നമ്മൾ പരസ്പരം കാണാൻ നിങ്ങളായിട്ട് ഇനി ഒരു അവസരം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് യൂനാണെങ്കിൽ അവരെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അതേസമയം ഗോയയാണെങ്കിൽ കുറെ നേരമായിട്ട് യൂജുവിനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. ഗ്രൂപ്പിലാണെങ്കിൽ ജെന്നി ഇട്ട മെസ്സേജ് ഗോയയും കണ്ടിരുന്നു. ഗോയയ്ക്കാണെങ്കിൽ ജിയ ആരാണെന്നും എന്താണെന്നുള്ള കാര്യമെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ജിയയാണെങ്കിൽ അവരെ തട്ടിക്കൊണ്ടു പോയതാണ് എന്നുള്ള കാര്യം ഗോയയ്ക്ക് മനസ്സിലായായിരുന്നു. ഇനി എങ്ങാനും ജിയയുടെ കൂടെ യൂജുവിനെയും അവരെ തട്ടിക്കൊണ്ടുപോയോ എന്ന പേടിയിലാണ് ഗോയയാണെങ്കിൽ യൂജുവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ട് യൂജും അങ്ങോട്ടേക്ക് എത്തുന്നത്. യൂജുവിനെ കണ്ടപാടെ ഗോയയാണെങ്കിൽ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നിന്നെ അവര് തട്ടിക്കൊണ്ടുപോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. എത്ര തവണ ഞാൻ നിന്നെ വിളിച്ചു, ഞാനാണെങ്കിൽ ആകപ്പാട് പേടിച്ചുപോയി എന്നൊക്കെ ഗോയ പറയുന്നു. എന്നാൽ യൂജു ആണെങ്കിൽ അതിന് ഒരു മറുപടിയും പറയാതെ തനിക്കിഷ്ടം സൂനയാണ് എന്നുള്ള കാര്യം അവളോട് പറയുന്നു. ഗോയയാണെങ്കിൽ തന്നെയും യൂനിനെയും തെറ്റിദ്ധരിച്ചതുകൊണ്ടായിരിക്കാം തന്നോട് പിണങ്ങി നടക്കുന്നത് എന്നൊക്കെയാണ് യൂജു വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ തനിക്ക് സൂനയാണ് ഇഷ്ടം എന്നുള്ള കാര്യം യൂജു പറയുന്നത്. നീ ആരെ സ്നേഹിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല, അതിന് യൂനായാലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് എന്നും വലുത് നീ തന്നെയാണ്. നീ എന്റെ അടുത്ത് നിന്ന് എന്തോ ഒളിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടും നീ എന്നോട് ഒന്നും പറയാത്തത് കൊണ്ടാണ് ഞാൻ നിന്നോട് പിണങ്ങി നടന്നത്, അല്ലാതെ യൂൻ കാരണമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ഗോയയാണെങ്കിൽ യൂജുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നീയാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി, അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും എന്നൊക്കെ ഗോയ പറയുന്നു. അങ്ങനെ നമ്മുടെ യൂജുവിന്റെയും ഗോയന്റെയും ഇടയിലുള്ള എല്ലാ പിണക്കങ്ങളും അവസാനിച്ചിരിക്കുവാണ്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, പക്ഷെ നീ അത് കേട്ട് കഴിഞ്ഞാൽ നീ പോലും വിശ്വസിക്കില്ല എന്നൊക്കെ യൂജു ആണെങ്കിൽ ഗോയയോട് പറയുന്നു. ഗോയയാണെങ്കിലും ആ കാര്യം കേൾക്കാനായി ആകപ്പാട് എക്സൈറ്റ്മെന്റിലാണ്. അങ്ങനെ യൂജു ഇന്ന് നടന്ന എല്ലാ കാര്യങ്ങളും ഗോയയോട് പറയുന്നു. യൂനാണ് അവരെല്ലാം അടിച്ച് ശരിയാക്കിയത് എന്നൊക്കെ യൂൻ പറയുന്നു. അത് കേട്ടിട്ട് ഗോയം ഇംപ്രസ് ആവുന്നുണ്ട്. ആ സമയത്താണ് യൂജു ആണെങ്കിൽ യൂനിന്റെ കയ്യിൽ ടാറ്റു ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഗോയയോട് പറയുന്നത്. എന്നാൽ അത് കേട്ടിട്ട് അവൾ ആകപ്പാട് ഷോക്ക് ആവുന്നു. സാധാരണ ഗ്യാങ്സ്റ്റേഴ്സിന്റെ കയ്യിലല്ലേ ഇതേപോലുള്ള ടാറ്റൂസ് വരുന്നത്, അപ്പോൾ ഇനി യൂനും ഗ്യാങ്സ്റ്റർ ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഗോയും ഷോക്ക് ആവുന്നത്. അതേസമയം വീട്ടിൽ വന്ന സു ആണെങ്കിൽ അടികൊണ്ട് ക്ഷീണത്തിലാണ്. സൂനാണെങ്കിൽ നല്ല രീതിയിൽ അടിയിട്ടിരുന്നു. അവിടെയെല്ലാം മരുന്ന് വെച്ചുകൊണ്ടിരിക്കുവാണ് ജിയോൺ. അവരെല്ലാം അടിച്ച സമയത്ത് യൂനിന്റെ കൈക്ക് മുറിവ് പറ്റിയിരുന്നു. അവിടെയും ജിയോണും മരുന്നെല്ലാം വെക്കുന്നുണ്ട്. ജിയോൺ ആണെങ്കിൽ ആകപ്പാട് വിഷമത്തിലാണ്. താൻ ഒരിക്കലും ഇനി അടി ഉണ്ടാക്കില്ല എന്നൊക്കെ സത്യം ചെയ്തതാണ്. എന്നാൽ ഇപ്പോഴാണെങ്കിൽ തന്റെ സ്റ്റുഡൻസിന്റെ മുന്നിൽ വെച്ചാണ് താൻ എല്ലാരെയും അടിച്ചത്. അതും പോരാഞ്ഞിട്ട് അവരാണെങ്കിൽ തന്റെ ദേഹത്ത് ടാറ്റുവും കണ്ടിരിക്കുന്നു. ഇതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് യൂൻ ആണെങ്കിൽ വിഷമിക്കുന്നത്. എന്നാൽ ജിയോൺ ആണെങ്കിൽ മാക്സിമം അവനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അങ്ങനെ അവരെല്ലാം സംസാരിച്ചിട്ട് യൂനിന്റെ മൂഡും മാറ്റുന്നു. അതേസമയം വീട്ടിലെത്തിയ യൂജു ആണെങ്കിൽ കഥ എഴുതാനായിട്ട് ഇരിക്കുവാണ്. ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം വെച്ചിട്ടാണ് അവള് സ്റ്റോറി എഴുതുന്നത്. അതായത് കുറെ ഗുണ്ടകളാണെങ്കിൽ ഒരു പെൺകുട്ടിയെ പിടിച്ചു വെച്ചിരിക്കുന്നു. അതാണെങ്കിൽ വേറെ ആരുമല്ല, ഗോയയാണ്. ഗോയയെ രക്ഷിക്കാനാണെങ്കിൽ യൂൻ എത്തുന്നു. അങ്ങനെ യൂനാണെങ്കിൽ ആ ഗുണ്ടകളെല്ലാം ഇടിച്ച് ശരിയാക്കുന്നുണ്ട്. ഇതെല്ലാം യൂജു ഇമാജിനേഷനിൽ കണ്ടിട്ട് ആ സ്റ്റോറിയിലായിട്ട് എഴുതുന്നു. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിലേക്ക് വന്ന യൂജും ഗോയും ഹാപ്പി ആയിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുവായിരുന്നു. ആ സമയത്താണ് അവരുടെ ഓപ്പോസിറ്റായി യൂനും നടന്നു വന്നിരുന്നത്. യൂജു ആണെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ടതൊന്നും മനസ്സിൽ വെക്കാതെ തന്നെയാണ് യൂനിനെ ചിരിച്ചു കാണിക്കുന്നത്. എന്നാൽ ഗോയയാണെങ്കിൽ യൂനിനെ കണ്ടിട്ട് ആകെ മൂഡ് ഔട്ടായി. യൂനാണെങ്കിൽ ഗ്യാങ്സ്റ്റർ ആയിരിക്കോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവളും വിഷമിക്കുന്നത്. ഗോയയുടെ മുഖം മാറിയിരിക്കുന്നത് കണ്ടിട്ട് എന്താ കാര്യം എന്നല്ല യൂജു തിരക്കി. എല്ലാം ഞാൻ ഒന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ഗോയ മറുപടി പറയുന്നു. നിനക്കറിയാമല്ലോ യൂനാണെങ്കിൽ അത്ര പ്രശ്നക്കാരനൊന്നും അല്ല എന്ന്. പുള്ളി ഒരു നല്ല മനുഷ്യൻ തന്നെയാണ്. പക്ഷെ നിനക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതേപോലെ തന്നെ നീ ചെയ്യ. നിനക്ക് വേണ്ട എന്നാണ് തോന്നുന്നതെങ്കിൽ അതെല്ലാം വിട്ടേക്ക് എന്നൊക്കെ യൂജു പറയുന്നു. ഞാൻ എപ്പോഴാ അങ്ങനെ പറഞ്ഞത്? എത്ര വലിയ കൊടുങ്കാറ്റായാലും പുള്ളി വീഴാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം, ഞാൻ അത് തന്നെ ചെയ്യും എന്നൊക്കെ ഗോയ പറയുന്നു. ഇവളിത് എന്തോന്നാണ് ഈ പറയുന്നത് എന്നാണെങ്കിൽ യൂജുവിന് മനസ്സിലാവുന്നില്ല. ഒന്ന് വ്യക്തമായി പറയാവോ എന്നെല്ലാം യൂജു ചോദിക്കുന്നു. ഞാനാണെങ്കിൽ പഠിച്ച് നല്ലൊരു കോളേജിലേക്ക് പോവും,
അങ്ങനെ ഞാൻ എന്റെ ലൈഫ് സക്സസ് ആക്കും. അങ്ങനെ യൂനിനെ വിശ്വസിക്കാനും ആശ്രയിക്കാനും പറ്റുന്ന ഒരാളായി ഞാൻ മാറും. കാരണം എനിക്ക് യൂനിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം താൻ എഴുതാൻ പോവാണ് എന്നെല്ലാം ഗോയ പറയുന്നു. ഗോയയാണെങ്കിൽ അവളുടെ ലൈഫിനെ കുറിച്ച് ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് യൂജുവിന് ആകെപ്പാട് ടെൻഷൻ ആവുന്നു. കാര്യം അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു. ഒരാളെ ഇഷ്ടപ്പെട്ടിട്ട് പോലും അത് തുറന്നു പറയാനും തനിക്ക് സാധിക്കുന്നില്ല എന്നൊക്കെ യൂജു പറയുന്നു. അങ്ങനെ ഗോയയാണെങ്കിലും യൂജുവിന് മോട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. എത്രയും പെട്ടെന്ന് യൂജു ആണെങ്കിൽ സൂനെ ചെന്ന് പ്രൊപ്പോസ് ചെയ്യണം എന്നൊക്കെയാണ് ഗോയ പറയുന്നത്. എന്നാൽ യൂജുവിന് അത് നടക്കുമോ എന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ എന്തായാലും സൂനെ പ്രൊപ്പോസ് ചെയ്യാം എന്ന് തന്നെ യൂജുവും വിചാരിക്കുന്നു. സൂന്റെ എക്സ്ട്രാ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവനെ പ്രൊപ്പോസ് ചെയ്യാം എന്നൊക്കെയാണ് യൂജു വിചാരിക്കുന്നത്. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ സൂ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്ന സമയത്താണ് യൂജു ആണെങ്കിൽ സൂനെ വിളിച്ചു നിർത്തുന്നത്. അവളാണെങ്കിൽ ഇപ്പോൾ പ്രൊപ്പോസ് ചെയ്യുമെന്ന് വെച്ചാൽ അങ്ങനെയല്ല, പുതിയ ക്ലാസ് കിട്ടിയോ എന്നൊക്കെയാണ് യൂജു ആണെങ്കിൽ സൂനോട് ചോദിക്കുന്നത്. എന്നാൽ സൂ ആണെങ്കിൽ അതിന് ഒരു മറുപടിയും പറയാതെ അവിടെ നിന്ന് പോകുന്നു. ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇന്നെന്തായാലും പ്രൊപ്പോസ് ചെയ്യും എന്ന് വിചാരിച്ച് യൂജു ആണെങ്കിൽ സൂനിന്റെ പുറകിന് തന്നെ പോകുന്നു. അങ്ങനെ യൂജു ആണെങ്കിൽ സൂന്റെ പുറകിന് ഓടിച്ചെന്ന് സൂനോട് നിൽക്കാനെല്ലാം പറയുന്നു. എനിക്ക് ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഈ എക്സ്ട്രാ ക്ലാസ് പറ്റില്ല എന്നുള്ള കാര്യമാണ് യൂജു പറയുന്നത്. യൂജുവിനാണെങ്കിൽ അവളുടെ മനസ്സിലുള്ള ഫീലിങ്സ് ഒന്നും തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. നിനക്ക് എന്താ പഠിക്കണമെന്ന് ഒരു ചിന്തയുമില്ലേ? നിനക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിന്നെ എക്സ്ട്രാ ക്ലാസ്സിന് പിടിച്ചിരുത്തിയിരിക്കുന്നത്. നീ എനിക്ക് പ്രോമിസ് ചെയ്ത് തന്നെ ഒന്നും മറന്നിട്ടില്ലല്ലോ എന്നൊക്കെ സൂ ചോദിക്കുന്നു. എന്നാൽ എന്ത് പ്രോമിസ് ആണ് എന്നുള്ള കാര്യം യൂജുവിന് അറിയില്ലായിരുന്നു. എന്ത് പ്രോമിസ് ആണ് ഞാൻ ചെയ്തത് എന്നെല്ലാം യൂജു സൂനോട് ചോദിക്കുന്നു. എന്നാൽ സൂ ആണെങ്കിൽ ഒരു മറുപടിയും പറയാതെ അവിടെ നിന്ന് പോകുന്നു. യൂജു ആണെങ്കിലും താൻ എന്ത് പ്രോമിസ് ആണ് ചെയ്തത് എന്നും ചോദിച്ചുകൊണ്ട് അവന്റെ പുറകിന് തന്നെ പോകുന്നു. ഇവര് സംസാരിക്കുന്നതും ഒരുമിച്ച് പോകുന്നതുമെല്ലാം യൂൻ കാണുന്നുണ്ടായിരുന്നു. അതായത് യൂജുവിന്റെ ക്ലാസ്സിലെ ടോപ്പറും ലീഡറുമായ അതേ കൊച്ചു തന്നെ. അങ്ങനെ വീട്ടിലെത്തിയ യൂജു ആണെങ്കിലും ഗോയെ വിളിക്കുന്നുണ്ട്. തനിക്ക് സൂനെ പ്രൊപ്പോസ് ചെയ്യാൻ സാധിച്ചില്ല എന്നൊക്കെയാണ് യൂജു പറയുന്നത്. എന്നാൽ പിന്നെ നീ ഒരു ലെറ്റർ എഴുത്, ആ ലെറ്ററിൽ നിന്റെ എല്ലാ ഫീലിങ്സും എഴുതിയിട്ട് ആ ലെറ്റർ കൊണ്ട് സൂന് കൊടുക്ക് എന്നൊക്കെയാണ് ഗോയ പറയുന്നത്. ആ സമയത്താണ് യൂജുവിനാണെങ്കിൽ തന്റെ സ്റ്റോറിക്കായിട്ടുള്ള കഥകളെല്ലാം ഓർമ്മ വരുന്നത്. പെട്ടെന്ന് തന്നെ യൂജു ആണെങ്കിൽ ആ സ്റ്റോറി എഴുതുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ അവളുടെ ഇമാജിനേഷനാണ് കാണുന്നത്. യൂനാണെങ്കിൽ സൂനെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എത്തിയിരിക്കുവാണ്. നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ സൂ തിരക്കുന്നുണ്ട്. യൂനാണെങ്കിൽ തന്റെ ഉള്ളിലെ ഫീലിങ്സ് എല്ലാം സൂനോട് പറയുന്നു. യൂനാണെങ്കിലും തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം പല രീതിയിലായിട്ട് പറയുന്നു. ശരിക്കും യൂജു ആണെങ്കിൽ യൂനിന് പകരം യൂജുനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ താൻ ഏത് രീതിയിലായിരിക്കും സൂനോട് തന്റെ ഉള്ളിലെ ഫീലിങ്സ് എല്ലാം പറയുന്നത് എന്നാണ് യൂജു ആ സ്റ്റോറിയിലൂടെ എഴുതുന്നത്. യൂനിന്റെ പ്രൊപ്പോസൽ കേട്ടിട്ട് സൂ ആണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്ത് അവനെ കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ യൂജുവും ആ സ്റ്റോറി പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിലെത്തി യൂജുവിനോട് ലെറ്റർ എഴുതിയോ എന്നുള്ള കാര്യമെല്ലാം ഗോയ തിരക്കുന്നു. പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എഴുതി കൊടുക്കാം എന്നൊക്കെയാണ് യൂജുവും മറുപടി പറയുന്നത്. ആ സമയത്താണ് അതുവഴി സൂവും വന്നത്. ഗോയയാണെങ്കിൽ യൂജുവിനെ സൂന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. ഞാൻ അടുത്ത എപ്പിസോഡ് എഴുതി പബ്ലിഷ് ചെയ്തു, സാറിന് വായിക്കണോ എന്നൊക്കെ യൂജു തിരക്കുന്നു. നേരത്തെ യൂജു ആണെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സൂനെ കാണിക്കില്ലായിരുന്നു. സൂ സമ്മതിച്ചാൽ മാത്രമായിരുന്നു യൂജു അതെല്ലാം പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ഇതിലാണ് യൂജു ആണെങ്കിൽ ഈ കാര്യം സൂനോട് ചോദിക്കുന്നത്. എന്നാൽ സൂ ഇതെല്ലാം ഓൾറെഡി വായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം യൂജുവിന് അറിയില്ലായിരുന്നു. എന്തിനാണ് യൂൻ പ്രൊപ്പോസ് ചെയ്തത്, അത് ഭയങ്കര വിയേർഡായിട്ട് തോന്നി എന്നെല്ലാം സൂ മറുപടി പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് യൂജു ആകെപ്പാട് ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴാണ് അവൾക്ക് തന്നെ മനസ്സിലായത് സൂ ആണെങ്കിൽ അവൾ എഴുതുന്ന നോവൽ വായിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അത് മാത്രമല്ല യൂനിന് പകരം അവളാണെങ്കിൽ അവളെ തന്നെയായിരുന്നു അവിടെ കണ്ടിരുന്നത്. അവളാണെങ്കിൽ അവളുടെ ഉള്ളിലെ ഫീലിങ്സ് സൂനോട് പറയുന്നതായിട്ടായിരുന്നു അവൾ ചിന്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സൂ ആ പ്രൊപ്പോസൽ വിയേർഡായിട്ടാണ് അവന് തോന്നിയത് എന്നൊക്കെ പറയുമ്പോൾ യൂജുവിനും വിഷമമാണ് വരുന്നത്. അങ്ങനെ സൂ ആണെങ്കിൽ പഠിപ്പിക്കാനായി ക്ലാസ്സിലേക്ക് എത്തി. അവർക്കാണെങ്കിൽ ഒരു അസൈൻമെന്റ് എഴുതാൻ കൊടുത്തിരുന്നു. അതെല്ലാം ഇപ്പോൾ സൂ കളക്ട് ചെയ്യുന്നു. ആരെങ്കിലും എഴുതാതിരുന്നിട്ടുണ്ടോ എന്നെല്ലാം സൂ തിരക്കി. അപ്പോഴാണ് യൂജു മാത്രം എണ്ണിക്കുന്നത്. സൂനാണെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വന്നിരുന്നു. എന്തുകൊണ്ടാണ് അസൈൻമെന്റ് എഴുതാതിരുന്നത് എന്നുള്ള കാര്യം സൂ ആണെങ്കിൽ യൂജുവിനോട് ചോദിക്കുന്നു. എന്നാൽ താൻ അത് മറന്നുപോയി എന്നാണ് യൂജു പറയുന്നത്. പഠിത്തമല്ലാതെ നീ വേറെന്ത് കാര്യത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? അതിനാണ് ആദ്യം പ്രയോറിറ്റി നൽകേണ്ടത്. നാളെ തന്നെ എനിക്ക് അസൈൻമെന്റ് കിട്ടിയിരിക്കണം. അസൈൻമെന്റ് പ്രോബ്ലംസിന് പുറമെ ഞാൻ നിനക്ക് കുറച്ചുകൂടി പ്രോബ്ലം തരും, അതും കൂടെ സോൾവ് ചെയ്തിട്ട് നീ നാളെ തന്നെ അസൈൻമെന്റ് വെക്കണം എന്നൊക്കെ പറഞ്ഞ് സൂ ആണെങ്കിൽ യൂജുവിനെ വഴക്ക് പറയുന്നു. അവനാണെങ്കിൽ യൂജുവിനെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞിരുന്നു. പുള്ളിക്ക് എന്താ നിന്നോട് പിന്നെയും ദേഷ്യം എന്നുള്ള കാര്യമെല്ലാം ഗോയ തിരക്കി. എന്നാലും യൂജുവിന് എന്താണ് കാര്യം എന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ലീഡർ പെൺകൊച്ച് യുന്നാണെങ്കിൽ ഫുഡ് കഴിക്കാനായി വരിയിൽ നിൽക്കുമായിരുന്നു. ആ സമയത്താണ് അവളുടെ ബാക്കിൽ നിന്ന പെൺകുട്ടികളാണെങ്കിൽ യൂജുവിന്റെ നോവലിനെ പറ്റി ഓരോ കമന്റ് എല്ലാം പറയുന്നത്. എന്നാൽ ഇവർക്കാർക്കും ഇത് യൂജു എഴുതിയ സ്റ്റോറിയാണ് എന്നുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു. ആ പെൺകുട്ടികളാണെങ്കിൽ യൂജു എഴുതിയ സ്റ്റോറി വായിക്കുന്നുണ്ടായിരുന്നു. അത് വായിച്ചതിൽ നിന്ന് തന്നെ അവരുടെ സ്കൂളിലെ ആ 3 ടീച്ചേഴ്സിനെ പറ്റിയാണ് എഴുതിയത് എന്നൊക്കെയുള്ള ഡൗട്ട് ആ പെൺകുട്ടികൾക്കും തോന്നുന്നുണ്ടായിരുന്നു. ഇതെല്ലാമാണ് ആ പെൺകുട്ടികൾ
ഒരാൾ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം യുന്നും കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് യുന്നാണെങ്കിൽ ആ സ്റ്റോറി എല്ലാം എടുത്ത് വായിച്ചു നോക്കുന്നു. അതിൽ നിന്ന് തന്നെ തന്റെ ക്ലാസ്സിലെ ആരോ ആണ് ഈ സ്റ്റോറി എഴുതുന്നത് എന്നുള്ള കാര്യമെല്ലാം യുന്നിന് മനസ്സിലായി. കാര്യം അവരുടെ ക്ലാസ്സിൽ സൂ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ആ നോവലിൽ എഴുതി ചേർത്തിരിക്കുന്നു. അവരുടെ ക്ലാസ്സിൽ മാത്രമല്ല എക്സ്ട്രാ ക്ലാസ് സമയത്തും സൂ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ ചേർത്തിരിക്കുന്നു. അതിൽ നിന്ന് തന്നെ തന്റെ ക്ലാസ്സിലും എക്സ്ട്രാ ക്ലാസ്സിലുള്ള ഒരാളാണ് ഈ നോവൽ എഴുതുന്നത് എന്നുള്ള കാര്യം യുന്നിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അവരുടെ ക്ലാസ്സിൽ നിന്ന് സൂവിന്റെ എക്സ്ട്രാ ക്ലാസ്സിന് ഇരിക്കുന്നത് യുന്നും യൂജുവും മാത്രമാണ്. എന്തായാലും താനല്ല ഈ നോവൽ എഴുതുന്നത്, എന്നാ പിന്നെ യൂജു തന്നെയായിരിക്കും ഈ നോവൽ എഴുതുന്നത് എന്നുള്ള ഡൗട്ട് എല്ലാം യുന്നിന് വരുന്നു. ക്ലാസ്സിലെത്തിയ യുന്നാണെങ്കിലും യൂജുവിനെ ഒന്ന് വാച്ച് ചെയ്യാനെല്ലാം ആരംഭിച്ചു. അതേസമയം യൂജുവും ജെന്നിയും സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ജെന്നി ആണെങ്കിൽ പുതിയൊരു ലവ് സ്റ്റോറി വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതിൽ നായകനാണെങ്കിൽ നായിക പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ ജെന്നി ആണെങ്കിൽ ആകെപ്പാടെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുവായിരുന്നു. ആ കാര്യമാണ് ഇപ്പോൾ യൂജുവും ജെന്നിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യൂജുവിന് നോവൽ ഇഷ്ടമാണ് എന്നുള്ള കാര്യമെല്ലാം യുൻ മനസ്സിലാക്കുന്നു. യുന്നാണെങ്കിൽ ഇനി യൂജുവിന് ഒരു പാരയാകുമോ എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അങ്ങനെ യൂജു ആണെങ്കിൽ ബ്രേക്ക് സമയത്ത് ഒന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് സു ആണെങ്കിൽ ആരോടോ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് അവൾ കാണുന്നത്. സു ആണെങ്കിൽ ആ വ്യക്തിയോട് ഹാപ്പി ആയിട്ടാണ് നിന്ന് സംസാരിക്കുന്നത്. നമ്മൾ തന്നെ ഇപ്പോഴാണ് സു ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുന്നത്. അവൻ ചിരിച്ചു കളിച്ചാണ് ആ വ്യക്തിയോട് സംസാരിക്കുന്നത്. ഇതെല്ലാം യൂജുവും കാണുന്നുണ്ടായിരുന്നു. ഇത് ആ നാദുൽ തന്നെയായിരിക്കും എന്നെല്ലാം അവൾ ഓർക്കുന്നു. അവളാണെങ്കിൽ ആകെപ്പാട് വിഷമിക്കുന്നുണ്ട്. കാര്യം ഇത്ര നാളായിട്ടും സു ആണെങ്കിൽ യൂജുവിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിട്ട് പോലും ഇല്ല. നല്ല രീതിയിൽ ഒരു തവണ പോലും അവളോട് സു പെരുമാറിയിട്ടുമില്ല. തന്റെ ഉള്ളിൽ സുവിനോടുള്ള ഫീലിങ്സ് പോലൊന്നും അവന് തിരിച്ചു കാണില്ല എന്നൊക്കെ ഓർത്ത് യൂജു വിഷമിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം യൂജു ആണെങ്കിൽ ഗോയയോട് പറഞ്ഞ് സങ്കടപ്പെടുന്നു. യൂജു ആണെങ്കിൽ കരയുന്നുണ്ട്. സു ആണെങ്കിൽ യൂജുവിന്റെ നോവൽ പൊക്കിയ സമയത്തും യൂജു ഒന്ന് കരഞ്ഞതായിരുന്നു. എന്നാൽ അന്നത്തെ കരച്ചിൽ ഒരു കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. എന്നാൽ ഇപ്പോഴാണെങ്കിൽ യൂജു മനസ്സ് തട്ടിയാണ് കരയുന്നത്. യൂജു എത്രയൊക്കെ ശ്രമിച്ചിട്ടും സു ആണെങ്കിൽ ഒരുമാതിരിയാണ് യൂജുവിനോട് പെരുമാറുന്നത്. ആവശ്യമെല്ലാം കൊണ്ടാണ് യൂജു കരയുന്നത്. ഗോയ അവളെ മാക്സിമം സമാധാനിപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ട്. അതേസമയം ക്ലാസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ നമ്മുടെ 4 ടീച്ചേഴ്സും ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഡേജിനാണെങ്കിൽ നാദുലിന്റെ പേരൊക്കെ പറഞ്ഞ് സുനെ കളിയാക്കുന്നു. സു ആണെങ്കിൽ കുറെ നേരം എല്ലാം അത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അവസാനം അവര് രണ്ടുപേരും അവിടെ കിടന്ന് അടിയാവുന്നു. കൊച്ചു പിള്ളേരെ പോലെ അവരാണെങ്കിൽ അവിടെ നിന്ന് അടികൂടുന്നു. അതേസമയം വീട്ടിലെത്തിയ യൂജു ആണെങ്കിൽ തന്റെ സ്റ്റോറിയുടെ കമന്റ്സ് എല്ലാം വായിക്കുന്നു. യൂനാണെങ്കിൽ സൂനെ പ്രൊപ്പോസ് ചെയ്തത് മിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. അവരാണെങ്കിൽ ആ കാര്യമെല്ലാം പറഞ്ഞ് കമന്റ് ഇട്ടിരുന്നു. യൂജു ആ കമന്റ് എല്ലാം വായിച്ചു നോക്കി. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്തുകൊണ്ടായിരിക്കും സൂന് അത് ഇഷ്ടപ്പെടാഞ്ഞത് എന്നെല്ലാം യൂജു ഓർക്കുന്നുണ്ട്. ആ സമയത്താണ് യൂജു പെട്ടെന്ന് തന്നെ മറ്റൊരു കമന്റ് കാണുന്നത്. ഈ റൈറ്റർ മുരിംസ് ഹൈസ്കൂളിലാണോ പഠിക്കുന്നത് എന്നെല്ലാം ആരോ ചോദിച്ചുകൊണ്ടുള്ള കമന്റ് ആയിരുന്നു അത്. അതായത് യൂജു പഠിക്കുന്ന അതേ ഹൈസ്കൂളിലുള്ള ആരെങ്കിലും ആണോ ഈ റൈറ്റർ എന്ന് ചോദിച്ചുകൊണ്ടുള്ള കമന്റ്. അത് കണ്ടിട്ട് യൂജു ആകെപ്പാട് ഷോക്ക് ആവുന്നുണ്ട്. അടുത്ത ദിവസം സ്കൂളിലേക്ക് എത്തിയ യൂജു ആണെങ്കിലും ആ കമന്റ്സ് എല്ലാം എടുത്തു നോക്കുന്നു. പേടിച്ചാണ് യൂജു ആ കമന്റ് നോക്കുന്നത്. അവൾ ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കുന്നതെല്ലാം യുന്നും കാണുന്നുണ്ടായിരുന്നു. യുന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിഞ്ഞിട്ട് അവളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നു. ഇതേപോലെ ഒരു നോവൽ ആരും എഴുതുന്നുണ്ട്. ആ നോവലിലാണെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിന്റെ ഇടയിലുള്ള ലവ് സ്റ്റോറിയൊക്കെയാണ് പറയുന്നത്. അതും നമ്മുടെ ഈ ക്ലാസ്സിലുള്ള ആരോ തന്നെയാണ് ഇതെല്ലാം എഴുതുന്നത് എന്നൊക്കെ യുന്നാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിനോട് പറയുന്നു. എന്നാലും ഇതെല്ലാം എഴുതുന്നത് ആരായിരിക്കും? ഞാനായിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്നും ഹൈഡ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. നിനക്ക് എങ്ങനെയാണ് ഇതെല്ലാം ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കുമോ എന്നൊക്കെ യുന്നാണെങ്കിൽ യൂജുവിനോട് ചോദിക്കുന്നു. ഇത് കേട്ട യൂജുവിനാണെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. നീ എന്തിനാണ് ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു യുന്നാണെങ്കിൽ തിരിഞ്ഞിരിക്കുന്നു. ഇതുകൂടിയായപ്പോൾ യൂജു തന്നെയാണ് ഈ നോവൽ എഴുതുന്നത് എന്നുള്ള കാര്യം യുന്നിന് മനസ്സിലായി. അതേപോലെ തന്നെ യുന്നാണ് ആ കമന്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം യൂജുവിനും മനസ്സിലായി. അങ്ങനെ വീട്ടിലെത്തിയ യൂജു ആണെങ്കിലും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിച്ച് ടെൻഷനായിരിക്കുന്നു. അവളോട് ഇത് സീക്രട്ട് ആയിട്ട് വെക്കാൻ പറയണോ അതോ ഈ നോവൽ തന്നെ ഡിലീറ്റ് ചെയ്യണോ എന്നൊക്കെ യൂജു ആലോചിക്കുന്നു. അവൾക്ക് എന്തായാലും ഈ നോവൽ ഡിലീറ്റ് ചെയ്യാനായി സാധിക്കുന്നില്ലായിരുന്നു. യൂജു ആകെപ്പാട് പേടിക്കുന്നുണ്ട്. അടുത്ത ദിവസം സ്കൂളിലേക്ക് എത്തിയ യൂജു ആണെങ്കിലും ടെൻഷനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഗോയ പറയുന്ന ഒരു കാര്യം അവൾ കേൾക്കുന്നില്ലായിരുന്നു. ഗോയ എന്താണ് കാര്യം എന്നെല്ലാം യൂജുവിനോട് തിരക്കി. എന്നാൽ അവൾ എന്താണ് സംഭവം എന്നുള്ള കാര്യമൊന്നും ഗോയയോട് പറയുന്നില്ലായിരുന്നു. ഗോയയാണെങ്കിലും യൂജുവിനെ നല്ലൊരു ഫ്രണ്ട് ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. എന്നാൽ യൂജു ആണെങ്കിലും പല കാര്യവും ഗോയയോട് തുറന്നു പറയുന്നില്ല. അങ്ങനെ സൂന്റെ എക്സ്ട്രാ ക്ലാസ്സിൽ ഇരിക്കുകയാണ് യൂജു. അപ്പോഴും അവൾക്ക് നല്ല രീതിയിലുള്ള പേടിയുണ്ട്. യുൻ ഇതെല്ലാം എല്ലാരോടുമായിട്ട് പറയുവോ എന്നൊക്കെ പേടിയാണ് അവൾക്ക്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് സൂനോട് ഒന്ന് സംസാരിക്കാം എന്നെല്ലാം യൂജു ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ക്ലാസ് കഴിഞ്ഞ് എല്ലാ പിള്ളേരും പോയെങ്കിലും യുൻ മാത്രം പോകുന്നില്ലായിരുന്നു. യുന്നാണെങ്കിൽ തനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്നും പറഞ്ഞ് സൂന്റെ അടുത്ത് തന്നെ നിൽക്കുവാണ്. ഇത് കണ്ടിട്ട് യൂജു അവിടെ നിന്ന് പോയി. യൂജു പോകുന്നത് കണ്ടിട്ട് യുന്നും സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ യുന്നാണെങ്കിൽ ഒരു ഡ്രിങ്ക്സ് എടുത്ത് സൂന് നൽകി. ഇതിന്റെ ആവശ്യമൊന്നുമില്ല,
ഇല്ല, ഇനി ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് സു ആണെങ്കിൽ അത് മേടിക്കുന്നത്. അങ്ങനെ അവര് രണ്ടുപേരും ഒരുമിച്ചാണ് ക്ലാസ് കഴിഞ്ഞിറങ്ങിയത്. അവിടെ തന്നെ യൂജും വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. സുവിനോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് യൂജു വെയിറ്റ് ചെയ്ത് നിന്നത്. യൂജുവിനെ കണ്ടിട്ട് എന്താണ് കാര്യം എന്നെല്ലാം സു തിരക്കി. നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് ക്ലാസ്സിൽ വെച്ച് തന്നെ ചോദിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിച്ചു യുന്നാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ സു ആണെങ്കിലും എന്താ കാര്യം എന്നെല്ലാം യൂജുവിനോട് ചോദിക്കുന്നു. അത് പിന്നെ നോവൽ എഴുതുന്നതിൽ നിന്ന് ഞാനൊരു ബ്രേക്ക് എടുത്താലോ എന്നൊക്കെ ചിന്തിക്കുവാണ് എന്നൊക്കെ യൂജു മറുപടി പറയുന്നു. പെട്ടെന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ കാര്യമെന്നെല്ലാം സു തിരക്കി. അത് പിന്നെ എനിക്ക് കുറച്ചുകൂടി എന്റെ പഠിത്തത്തിൽ ശ്രദ്ധിക്കണം, സ്കൂളിലെ വർക്കുകളെല്ലാം ചെയ്യാൻ ഞാൻ മറന്നു പോകുന്നു, അപ്പോൾ പിന്നെ കുറച്ച് ബ്രേക്ക് എടുത്താലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുവാണ് എന്നൊക്കെ യൂജു മറുപടി പറയുന്നു. സു സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി. എന്നാൽ യൂജു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടി അവന്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. നിന്റെ കോൺഫിഡൻസ് എല്ലാം പോയോ എന്ന് സു ചോദിക്കുന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല, ഒരു ബ്രേക്ക് എടുക്കണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ എന്നൊക്കെ യൂജു മറുപടി പറയുന്നു. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് എനിക്കറിയില്ല, പക്ഷെ നീ ഒന്നുകൂടി ചിന്തിച്ചു നോക്ക്. ആദ്യമായിട്ട് നീ നോവൽ എഴുതിയിരുന്നില്ലേ, ആ കാര്യമെല്ലാം നീ ഒന്നുകൂടി ചിന്തിക്കുക. അന്ന് നീ എങ്ങനെയാണ് ഫീൽ ചെയ്തത്, അതിൽ തന്നെ ഉത്തരവുണ്ട് എന്നൊക്കെ സു പറയുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സു ആണെങ്കിൽ യുൻ കൊടുത്തിരുന്നില്ലേ ആ ഡ്രിങ്ക്സ് എടുത്ത് യൂജുവിന് കൊടുക്കുന്നു. എന്നാൽ ഇതെല്ലാം ആണെങ്കിൽ അവിടെ മറിഞ്ഞിരുന്ന യുന്നും കാണുന്നുണ്ടായിരുന്നു. താനാണെങ്കിൽ സുവിന് കൊടുത്ത ഡ്രിങ്ക്സ് ആയിരുന്നു, അതിപ്പോൾ അവനാണെങ്കിൽ യൂജുവിന് കൊടുത്തിരിക്കുന്നു. അത് മാത്രമല്ല യൂജുവിനാണെങ്കിൽ സു തന്നെക്കാൾ കൂടുതൽ പരിഗണന കൊടുക്കുന്നു എന്നെല്ലാം യുന്നിനും ഫീൽ ചെയ്യുന്നു. ഇതൊക്കെ ഓർത്തിട്ട് യുന്നിന് ആകെപ്പാട് ദേഷ്യം വരുന്നു. നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ യൂൻ ഓർത്ത് അവിടെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നു. അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന യുന്നിനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ എപ്പിസോഡും അവസാനിക്കുന്നത്. യുന്നാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലുള്ള ഒരാളല്ല, അവൾ ഇനി എന്തെല്ലാം ചെയ്തു കൂട്ടും എന്നൊക്കെ നമുക്കിനി വരുന്ന എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ. അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.